Assalamualaikum friends. ഞാൻ ചെയ്യുന്നത് ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ലൊരു ക്രിസ്പിയൊക്കെ ആയിട്ടുള്ളൊരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തൊരു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു കോളിഫ്ലവറിൻ്റെ ഒരു പൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ തണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറിയൊരു ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ എടുക്കുന്നുണ്ട്, ബാക്കിയുള്ളത് പൊതിഞ്ഞ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഞാനൊരു കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഇതുപോലെ ചെറിയ ഇങ്ങനെ പൂ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് കൂടുതലൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടി നല്ലത്, അതാണ് വലുതാവണ്ട. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ചെറിയ ഫ്ലവറാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ തണ്ടോടുകൂടി തന്നെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. പിന്നെ വേണ്ടത് ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട് വേറെ, എൻ്റെ ലീഫായിട്ട് വേറെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊടിയായി എല്ലാം അരിഞ്ഞെടുക്കണം. പിന്നെ ഇത് കോളിഫ്ലവർ ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര കോളിഫ്ലവർ എടുക്കുന്നു അതിനനുസരിച്ച് വേണം ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ. എടുക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കട്ടിയുള്ളൊരു ദോശമാവിൻ്റെ ഒരു ഭയങ്കര തിക്കായി പോകരുത്, എന്നാൽ ലൂസാവാത്ത രീതിയിൽ നമ്മൾ ഈ മാവ് ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. എന്നിട്ട് എന്നാലും നമുക്ക് ആ കോട്ടിങ് അതുപോലെ പിടിക്കുള്ളൂ, എന്നാൽ വല്ലാണ്ട് തിക്കായി പോവുകയും ചെയ്യരുത് കേട്ടോ. ഇത് നമുക്ക് ഈ കോളിഫ്ലവർ അതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക. നിങ്ങൾ കോളിഫ്ലവറിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററും തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സ്ലോ ആക്കണ്ട. നമ്മൾ സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ കുറച്ച് നല്ല എണ്ണ നന്നായി ചൂടാക്കിയിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തതുപോലെ എടുക്കുന്നുണ്ട്. ഇതെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റിയിട്ട് ആ ഓയിലിൽ തന്നെയാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി ഒന്ന് ആദ്യം തന്നെ എന്നിട്ട് വഴറ്റി കൊടുക്കുക. ഒരു ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അതും പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ വെച്ചേക്കാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് വാടി വരണം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കോളിഫ്ലവറിൽ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല, അതിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് കുറച്ച് വഴന്ന് വന്നതിന് ശേഷം അതിട്ട് കൊടുത്തിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് ടൊമാറ്റോ സോസ്. ഞാൻ ഒഴിച്ചത് കാണിക്കാൻ വിട്ടുപോയിട്ടാണ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആദ്യം ഒഴിച്ചു, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു. പിന്നെ ചില്ലി പേസ്റ്റാണ്, റെഡ് ചില്ലി പേസ്റ്റ് ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് നന്നായി ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് പെപ്പർ 1/2 ടീസ്പൂണോളം പെപ്പർ ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വയ്ക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ നേരത്ത് ഇത് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. അതാവും കൂടുതൽ നല്ലത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് കുറയും. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതുപോലെ എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അത് അത്യാവശ്യം കുറച്ച് ഇടാം. നമുക്കത് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും.
നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ആയിട്ടാണ് ഇതുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. സിമ്പിളാണ് എന്തായാലും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.